കുറച്ച് നിമിഷം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൊണ്ടുപോകുന്ന ഒരു അനുഭൂതി ഇവിടുത്തെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ഹോട്ടലിലും 12 മണിയാകുമ്പോഴാണ് ഒരു ബോർഡ് വെക്കുന്നത്. എന്താണ്? ഊണ് റെഡി. ഇവിടെ ഇപ്പോഴേ ഊണ് റെഡി ആയി കഴിഞ്ഞു. മീൻകറി, കൊഞ്ച് തീയൻ, കണവാത്തോൻ, നെത്തോലി ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഒന്ന് മിക്സും ഒന്ന് മീനും. ഇതിലടക്കം എൻ്റെ കിളി തിക്ക് താന വരുമ്പോൾ കയ്യെ കൊട്ട് കരിമ്പത്തു, ചീപ്പ് വെള്ളം, താറാ മക്കളെ കയ്യിലൊരു വാങ്ങും. കപ്പയും കൂടെ ചേർത്തിട്ട് നെത്തോലി ഫ്രൈ, കണവാത്തോൻ, ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ. നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റവും ഒരു ചട്ടിക്ക് നിങ്ങളുടെ കൈക്കുമ്പിളിൽ. കണ്ടില്ലേ? മൺചട്ടി റെസ്റ്റോറൻറ്റ്, ചോറും മീനും. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരം പേരൂർക്കട നെടുമങ്ങാട് മെയിൻ റോഡിൽ വഴയില ജംഗ്ഷൻ കഴിഞ്ഞൊരു 300 മീറ്റർ വീണ്ടും നെടുമങ്ങാടേക്ക് പോകുന്ന വഴിയിലാണ് വലത് സൈഡിലായിട്ട് ഈ മൺചട്ടി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് വഴയില ജംഗ്ഷനിൽ നിന്നും നെടുമങ്ങാട്ടേക്ക് പോകുന്ന വണ്ടികൾ കൂടുതൽ അരുവിക്കര ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ റൂട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷേ വഴയില ജംഗ്ഷനിൽ നേരെ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു സൈഡിൽ കൂടെ വരാൻ പറ്റും. നേരെ വരുമ്പോൾ മൺചട്ടി. ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വഴി നിന്ന് പറഞ്ഞാൽ പോരാ, അകത്ത് കയറി കാണാം. പഴങ്കഞ്ഞി, ചട്ടിച്ചോറ്, അതുകൂടാതെ സദ്യ എന്ന് പറയുമ്പോൾ എല്ലാ ഹോട്ടലിലും കിട്ടുന്ന സദ്യയാണ്. പക്ഷേ ഇവിടുത്തെ സദ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നോൺ വെജ് സദ്യ. അപ്പോൾ നിങ്ങൾ ഇവർക്ക് ദൈവം ഇതിനകത്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും വരുന്നതെന്ന്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ രുചികളോടും എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളത് സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ ഫേമസ് ഐറ്റമാണ് ചട്ടിച്ചോറ്. മൺചട്ടി റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു ചട്ടിച്ചോറ്. ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കി. കയറി വരും. എല്ലാ ഹോട്ടലിലും 12 മണിയാകുമ്പോഴാണ് ഒരു ബോർഡ് വെക്കുന്നത്. എന്താണ്? ഊണ് റെഡി. ഇവിടെ ഇപ്പോഴേ ഊണ് റെഡി ആയി കഴിഞ്ഞു. പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതില്ലേ. ചൂര, കേരച്ചൂര, നല്ല തേങ്ങ അരച്ച കറി. പിന്നെ തലവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, പിന്നെ തേങ്ങ അരച്ചത്. അപ്പോൾ നിങ്ങൾ വരിക്കും ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ 2 ഐറ്റം കൂടെ ചേരുന്നുണ്ട്. ചെറിയ ഉള്ളിയും മാങ്ങയും. മാങ്ങയിട്ട മീൻകറിയുടെ രുചി എന്താണെന്ന് ഞാൻ പറയണോ? കിടുക്കൻ ഐറ്റം അല്ലേ? നല്ല തിളച്ച് തല ഇവിടെ കിടപ്പണത് ഇങ്ങനെ നല്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരി നല്ല മണവും. ചട്ടി, മൺചട്ടിയിലെ ചട്ടി. ഈ ചട്ടിയിലാണ് നമ്മൾ പറഞ്ഞ് ചട്ടിച്ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടിച്ചോറിൻ്റെ ഐറ്റംസും എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുക്കി വരുന്നൊരു പ്രത്യേക അഴകുണ്ട്. അത് പക്ഷേ എനിക്കറിയത്തില്ല. പക്ഷേ അഴക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ചട്ടിച്ചോറ് ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ദിവ്യ ചേച്ചിയാണ്. ദിവ്യ ചേച്ചി ഇപ്പോൾ 1 വർഷത്തോളം മൺചട്ടിയുടെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഓരോ ഐറ്റംസും തുടങ്ങാം. ആദ്യമേ ചോറ്, അവിയൽ. ഇതെന്താണ് ചേച്ചി? എന്തൊരു തോരൻ? മുട്ടത്തോരൻ. പിന്നെ നമ്മുടെ സ്വന്തം കപ്പ. കാരണം ഈ ചട്ടിയിലൊക്കെ ഇത് വിളമ്പുമ്പോഴേ കപ്പയൊക്കെ വേണം, ഇല്ലെങ്കിൽ പിന്നെ എന്തോട് ചട്ടിച്ചോറ്. മുട്ട ഒഴിച്ച് ബാക്കിയുള്ള വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം ചേർന്നിട്ട് നേരെ അടുത്ത കയ്യിലേക്ക് പോവാണ്. രാഹുലാണ് ഇതിനകത്ത് ബാക്കി നോൺ വെജ് ഐറ്റോടെ ആഡ് ചെയ്ത് നമുക്ക് തരാൻ പോകും. മീൻകറി, ബീഫ്, കൊഞ്ച് തീയൻ, എൻ്റെ പൊന്നെ, അത് വറുത്തരച്ചത്, കണവാത്തോരൻ, നെത്തോലി ഫ്രൈ, ചിക്കൻ ഫ്രൈ 2 പീസ്. ഇതാണ് ഫുള്ളായിട്ടുള്ള മൺചട്ടിയിലെ ചട്ടിച്ചോറ്. നോക്ക്, ഒരു ലുലു മാള് പോലെ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റവും ഒരു ചട്ടിക്ക് നിങ്ങളുടെ കൈക്കുമ്പിളിൽ.
ഇറച്ചി, മീൻ, കൊഞ്ച്, കണവ എല്ലാം ചേർന്നൊരു ചട്ടിച്ചോറ് കണ്ടല്ലോ. അതേപോലെ ഇറച്ചി ഇല്ലാതെ മീനിൻ്റെ വിഭവങ്ങൾ മാത്രമുള്ളൊരു ചട്ടിച്ചോറും ഉണ്ട്. അതായത് ഏത് രീതിയിലുള്ള ആൾക്കാർ ഇവിടെ വന്നാലും ചട്ടിയിൽ നമ്മൾ ചോറ് കൊടുത്തിരിക്കും. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരെ പഴയതുപോലെ തന്നെ, പക്ഷേ ഇതിന് രാഹുലിൻ്റെ കയ്യിലേക്ക് വരുമ്പോഴാണ് ചെറിയ മാറ്റങ്ങൾ വരും. രാഹുലെ, അപ്പോൾ മീൻ വെറൈറ്റി ചട്ടിച്ചോറ്, കണ്ണൻ കൊഴുവ, ചൂര ഫ്രൈ, ഇത്രയാണ് ഐറ്റം വരുന്നത്. കണ്ടല്ലോ, ചിക്കനും ബീഫിനും എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് കണവത്തോരൻ, കൊഞ്ച് തീയൽ, കണ്ണൻ കൊഴുവ, മീൻ കറി, ചൂര ഫ്രൈ, കണ്ണൻ കൊഴുവ ഫ്രൈ. വലേ സൈഡിൽ മീനിൻ്റെ എല്ലാ ഐറ്റംസും, ചിക്കനും ബീഫും എല്ലാം. ഇട സൈഡിൽ മീനിൻ്റെ ഐറ്റംസ് മാത്രം, ഒന്ന് മിക്സും ഒന്ന് മീനും. ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. ഒന്നാമത് ഉച്ച സമയം വിശപ്പ് നല്ല രീതിയിലുണ്ട്. ഇതിങ്ങനെ കൈപ്പിടിച്ചോണ്ട് നിങ്ങളെ കാണിക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കൊതിയോടെ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കഴിക്കുന്നത് കണ്ടാൽ പോലെ. മൺചട്ടിയിലെ നേരത്തെ പരിചയപ്പെടുത്ത ചട്ടിച്ചോറ്, മിക്സ് ചട്ടിച്ചോറ്, മീൻ ചട്ടിച്ചോറ്. സാധാരണ ഇഷ്ടപ്പെട്ട ആഹാരം ഫ്രണ്ടിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് തീർക്കാണ് എൻ്റെ ഒരു സ്വഭാവം. എൻ്റെ എന്നല്ല, ഒരുമാതിരിപ്പെട്ട മലയാളികളുടെ എല്ലാ സ്വഭാവം തന്നെയാണ്. പക്ഷേ ഇത്ര രുചികരമായി ഇത്ര ഐറ്റം വന്നപ്പോൾ ഇതിൽ ഏതിലാദ്യം തുടങ്ങണമെന്നൊരു ചെറിയൊരു ആശങ്ക. വഴിയുണ്ട്. അക്കുത്തിക്ക് താന വരുമ്പോൾ കയ്യെ കൊടുത്ത് കരിങ്കൊത്തും, ചീപ്പ് വെള്ളം, താറാമക്കടെ കയ്യിലൊരു നറുക്ക് വീണിരിക്കുന്നത് മിക്സ് ചട്ടിച്ചോറിനാണ്. അപ്പം മിക്സ് ചട്ടിച്ചോറ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. ഇത് കിടിലുമായിട്ടാണ്. അതേപോലെ ഇവിടുത്തെ വെറൈറ്റി ഒരു ഐറ്റം നോൺ വെജ് സദ്യ. എന്തായാലും വന്ന സ്ഥിതിക്ക് അതുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. സദ്യ പോരട്ടെ. സത്യം പറഞ്ഞാണ്ടല്ലോ, വിഭവങ്ങളുടെ ഒരു കലവറ. നോൺ വെജ് സദ്യയിൽ വന്ന ഐറ്റംസ് ഒന്ന് നോക്കിയിട്ട് പോലും അവിയൽ, ക്യാബേജ് തോരൻ, ബീറ്റ്റൂട്ട് പച്ചടി, മാങ്ങാച്ചാർ, ചൂര വറുത്തത്, കണവ തോരൻ, കപ്പ, കൊഞ്ച് തീയൽ, ചൂരക്കറി, തേങ്ങാ ചമ്മന്തി, മുട്ടത്തോരൻ, ചിക്കൻ പെരട്ട്, നെത്തോലി ഫ്രൈ, ചിക്കൻ തോരന്, നെത്തോലി പീര പറ്റിച്ചത്, പപ്പടം, പായസം, പരിപ്പ്, സാമ്പാർ, മോര്, രസം. ഒരാളെ കൊണ്ട് പറ്റൂ? കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം. നോൺ വെജ് സദ്യ 349 രൂപ, മിക്സഡ് ചട്ടിച്ചോറ് 249, മീൻ ചട്ടിച്ചോറ് 249. മൂന്നും കൂടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിന് മാത്രമുള്ള ശരീരമുണ്ട്, പക്ഷേ അതിന് മാത്രമുള്ള വയറില്ല. വയറ് കുഞ്ഞതാണ്. അപ്പോൾ നമുക്കിന്ന് നോൺ വെജ് ചട്ടിച്ചോറ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഇച്ചിരി അങ്ങോട്ട് മാറ്റിക്കും, ഇവരെ നമ്മുടെ കൈവാക്കിലേക്ക് ഒന്ന് അടുപ്പിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മൊത്തം വിഭവങ്ങൾ. അപ്പോൾ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ ചോറിൽ കൈവെക്കണമെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും ഇച്ചിരി വഴി തന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ചിക്കൻ ഫ്രൈ രണ്ടുപേരെ ഇങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് അപ്പോൾ കൊഞ്ചു തീയൽ, ഇച്ചിരി തേങ്ങാ ചമ്മന്തി എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങും. പൊന്നു മോനെ, എങ്ങാനും നാക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, വായി കപ്പൽ ഓടുക. തേങ്ങാ ചമ്മന്തി ഇട്ട് ചോറിളക്കിയപ്പോൾ അറിയാതെ ഒരു കൊഞ്ചൂട് അതിനകത്ത് കയറി വന്നു, തീയലിനകത്തെ. അപ്പോൾ കൊഞ്ച് തീയലും ശകലം ചോറും. തീയൽ നല്ല ഗ്രേവിയെല്ലാം കുറുകുറാകും. ബീഫ് ഇച്ചിരി കപ്പയും കൂടെ ചേർത്തിട്ട് കഴിച്ചിടക്കാൻ പറ്റുന്നില്ല. കപ്പയും ബീഫിൻ്റെ കോമ്പിനേഷനെ കുറിച്ച് പറയണ്ടല്ലോ. നമ്മുടെ എല്ലാവരും ഇഷ്ടഭക്ഷണം നെത്തോലി ഫ്രൈ. മൺചട്ടിയുടെ ഐറ്റം കെങ്കേമ എന്ന് പറഞ്ഞാൽ കെങ്കേമ. ചിക്കനും ബീഫൊക്കെ ഇരിക്കുന്നത്, കൊഞ്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കാബേജ് തോരനോടൊരു പുച്ഛം. നേരത്തെ കണ്ടില്ലേ അടുപ്പേ കിടന്നുള്ള തിളച്ച കണവ തോരൻ.
അത് പഞ്ഞി പോലെ വേണം. എല്ലാ ഐറ്റത്തിലും കറിവേപ്പയുടെ ഒരു അതിപ്രസരമുണ്ട്. അതിപ്രസരമാകുമ്പോൾ രുചിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു തവണ ജീവിതത്തിൽ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്. രണ്ടാമത് കഴിക്കുന്നതാണ് ഒരു രക്ഷയില്ല. ഇതേ കണ്ണൻ കൊഴുവ മീൻ കറി, അവിടെ കുറച്ച് മീനിൻ്റെ ഗ്രേവിയുണ്ട്, അതിവിടെ ചേർത്തെടുക്കാം. കടവത്തോരൻ പൊളി സാധനം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ കഴിക്കാനിരിക്കുമ്പോൾ ഇത്ര ഐറ്റം ഇല്ല എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ മീൻ ചട്ടിച്ചോറും മിക്സും നോൺ വെജ് സദ്യ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ മീനിൻ്റെ വിഭവങ്ങൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചട്ടിച്ചോറ് ഫിനിഷ് ചെയ്യാറായപ്പോഴത്തേന് മീനിൻ്റെ വിഭവങ്ങളെല്ലാം വന്നു കണ്ട് കിളി പോയി. അതെ, ഇത്ര രുചികരമായ ആഹാരങ്ങൾ വെജും നോൺ വെജും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് മൺചട്ടി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരനെ നമുക്കൊന്ന് കാണണ്ടേ. മനുഭായ്, പുള്ളിക്കാരൻ നല്ല തിരക്കില്ല, ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ താല്പര്യമില്ലാത്തവരെ കൊണ്ടുവരേണ്ടതാണല്ലോ നമ്മുടെ പരിപാടി. വലിയ പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. അപ്പോഴേ എല്ലാ ഐറ്റം അതായത് കഴിച്ചു ഒരു രക്ഷയും. അതായത് പ്രേക്ഷകരോട് പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് ഇവരോട് തന്നെയാണ്. ഇവരാണല്ലോ ഇതിൻ്റെ എല്ലാ പിന്നണിയിലും മുന്നണിയിലും എല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ആഹാരം. തീർച്ചയായിട്ടും ഇത് കഴിക്കുന്ന ഒരാൾക്ക് പോലും വേറൊരു അഭിപ്രായം, ഞാൻ പറഞ്ഞതിനപ്പുറം ഒരു അഭിപ്രായം എതിരഭിപ്രായം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഇത്രയും ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തി. പക്ഷേ ഇതിലടെ കണ്ട് എൻ്റെ കിളി പേരുകൾ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ മനുവായി എന്തൊക്കെയാണ് ഐറ്റം? കുറവാണ് ഇന്ന് ശരിക്കും ഐറ്റം കുറവാണ്. അതായത് 2 ടേബിൾ ഒരുമിച്ചിട്ടാൽ പോലും ഇതിനകത്ത് അത്ര ഐറ്റംസ് ഉള്ളത്. ട്രോളിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറയാം? കൊഞ്ച് റോസ്റ്റ് ആണ്. കൊഞ്ച് റോസ്റ്റ്, അയില ഫ്രൈ, കിളിമീൻ്റെ ഫ്രൈ ആണ്. ഇത് അമൂറുണ്ട്. അമൂറ്, ഇത് സിലോപ്പിയ, ഇത് വന്നിട്ട് വേളാപ്പാറ, പിന്നെ ഇത് ചാള, ഇത് മത്തി ഫ്രൈ, ഇത് പ്രോൺസിന്റെ ഫ്രൈ, പ്രോൺസ്, ഇത് നെത്തോലി ഫ്രൈ, ഇത് കൊഞ്ച് തീയൽ, ഇത് വെള്ളച്ചൂര, ഇത് കണവത്തോരൻ, തൊലിപ്പീര, ഇനി ആവൂല. അങ്ങനെ പിന്നെ നമ്മുടെ കണ്ടില്ലേ, പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ പെരട്ടുണ്ട്, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ. അതായത് എത്ര റെഡി. കാരണം അവിടെ നല്ല രീതിയിൽ പാഴ്സലിന് തിരക്ക് നടക്കുകയാണ്. പുള്ളിക്കാരനും അതേ തിരക്ക് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ 1 മിനിറ്റ് ഇങ്ങോട്ട് വിളിച്ചത്. പട്ടൊക്കെ കൊച്ചുനാൾ ഈ മൺചട്ടിക്കകത്തൊക്കെ ചോറ് മീൻചാറും ഇട്ട് കഴിച്ചവർക്ക് അവിടെ വായിൽ ഇപ്പോഴും ആ രുചി അതേപോലെ നിൽപ്പുണ്ട്. അതേപോലെ കുറച്ച് നിമിഷം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൊണ്ടുപോകുന്ന ഒരു അനുഭൂതി ഇവിടുത്തെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇവിടെ വന്ന് രുചിച്ചറിയണം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട്